ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഡീമോട്ടിവേഷൻ എല്ലായിടത്തു നിന്നും ഉണ്ടാവും, എൻവയോൺമെൻറ്റിൽ നിന്നുണ്ടാവും, ആളുകളിൽ നിന്നുണ്ടാവും, പല ഇതുണ്ടാവും. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യുക, അത് ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാം നമുക്ക് അനുകൂലമായൊരു സിറ്റുവേഷൻ ലോകത്തെങ്ങും കാണത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ വിളിക്കും, അച്ഛനും അമ്മയൊക്കെ വിളിക്കും. അപ്പം കുഴപ്പമില്ല മക്കളെ, അത് കുഴപ്പമില്ല എന്ന് പറയും. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി മാത്രം ശ്രമിക്കുക. എനിക്ക് വരുന്നത് ആ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു വിഷമം ഉണ്ടാകും, അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതിലേക്ക് അങ്ങ് പോകും. നമ്മൾ മറന്നു പോകും, മനുഷ്യനാവും, മറന്നു പോകും. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും മറന്നു പോകും. അപ്പം നമ്മൾ റിവൈസ് ചെയ്യുക, അത് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉറങ്ങാം. അതുകൊണ്ട് ആ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്തായിരുന്നു. സമയം എടുക്കും, അപ്പോൾ നമ്മൾ സമയം അതിനനുസരിച്ച് മുൻകൂട്ടി തന്നെ പഠിച്ചു തുടങ്ങും. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയിൽ പോവാതെ കുറച്ച് മുന്നേ തന്നെ 6 മാസമോ അതിന് മുകളിലോ ടൈം എടുത്ത് തന്നെ പഠിക്കുക. ഇതുപോലെ ഓരോ കാര്യത്തിനൊരു കൺസെപ്റ്റ് ഉണ്ടാവും, അത് പഠിച്ച് വെച്ചിരുന്നാൽ എളുപ്പമാണ്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ബേസിക്കൽ പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ടഫായത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. ബുക്ക് വാങ്ങുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ പോയി എടുക്കുന്നതിനേക്കാൾ എൻ്റെ ബുക്കാകുമ്പോൾ എനിക്ക് എപ്പോഴും വേണോ നോക്കാം, അങ്ങനെ ഒരു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. ആർക്ക് വേണോ ട്രൈ ചെയ്ത് കിട്ടാവുന്ന സാധനമാണ് കേരള PSC. ഇപ്പം അത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. വേക്കൻസി കുറവാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ട്രൈ ചെയ്യുക. അല്ല, അവരെന്താണ് അവർക്ക് പ്രശ്നം എന്നുള്ളത് അവർ കണ്ടെത്തുക. നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ആ എക്സാം എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഷോർട്ട് കട്ട് അങ്ങനെയൊന്നുമില്ല, കീപ് പ്രിപ്പയറിങ്. അത് തന്നെ, അത് മാത്രമാണ് എൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു കേരള PSC എക്സാം എഴുതി ഒരു ഗവൺമെൻറ് ജോലി കരസ്ഥമാക്കുക എന്നുള്ളത് പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു സ്വപ്നമാണ്. ഇന്ന് ഞാനുള്ളത് കേരള PSCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് നേടിയ അഖിലിനോടൊപ്പമാണ്. നമുക്ക് അഖിലിനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്നും, അതുപോലെ തന്നെ പഠനത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചതെന്നും, എങ്ങനെയാണ് റിവൈസ് ചെയ്തതെന്നും, അതുപോലെ തന്നെ അഖിലിൻ്റെ പഠനത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഫസ്റ്റ് റാങ്ക്, അതായത് കേരളത്തിൽ തന്നെ നമുക്ക് പറയാം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം. ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിനെ എങ്ങനെയാണ് കൈക്കുള്ളിൽ ഒതുക്കി ഫസ്റ്റ് റാങ്ക് നേടിയെന്ന് നമുക്ക് അഖിലിനോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഖിലിനെ ഈ ഒരു നമ്മുടെ സക്സസ് സ്റ്റോറീസ് എന്ന ടോപ്പേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. (2021) മുതൽ അഖിൽ നമ്മളുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ സക്സസ് സ്റ്റോറീസിലൂടെ അഖിലിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ആദ്യമേ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അഖിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അഖിൽ നമസ്കാരം. അഖിൽ തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയായിരുന്നു അഖിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പഠനത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഈ ഒരു ഗോളിലേക്ക് എത്തിയത് എന്നെല്ലാം ഒന്ന് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ 1 മുതൽ 10 വരെ ഗവൺമെൻറ് ഹൈസ്കൂൾ അകലമഞ്ചേരി, അത് അടുത്ത് തന്നെയാണ്, അവിടെയാണ് പഠിച്ചത്. പിന്നെ +1 +2 ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം CETയിൽ BTechഉം MTechഉം CETയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം എനിക്ക് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസിൽ കിട്ടി. അത് ഹൈദരാബാദ് ആയിരുന്നു, അവിടെ ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂനിയർ എഞ്ചിനീയർ റെയിൽവേ 2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. എല്ലാവരും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ സമയമുണ്ട്, നമ്മളത് മാനേജ് ചെയ്യുക. ഇവിടെ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക. അപ്പം ഞാനിപ്പോൾ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ, അല്ലെങ്കിൽ റെയിൽവേയിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴും ട്രെയിനിങ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അവിടെ എക്സാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ടൈം ഞാൻ കണ്ടെത്തുമായിരുന്നു. അതായത് ഇപ്പോൾ രാത്രി ഇപ്പോൾ റെയിൽവേയിൽ തന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 7 മണിയോ മറ്റോ ആവും. അതിനുശേഷം ഒരു 1 മണി വരെയോ 2 മണി വരെയൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് പഠിക്കുമായിരുന്നു. അത് ഡെയിലി അത് നമ്മൾ ചെയ്യുക. അതിലൊരു അതിന് പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാതെ ഇരുന്ന് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴൊരു ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഉറക്കം ഉപേക്ഷിക്കണമെന്ന് പറയുകയല്ല, പക്ഷേ എൻ്റെ ആ സാഹചര്യം കൊണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് പകലെല്ലാം
വർക്കിംഗ് സൈക്കിളായിരിക്കും. രാത്രി വന്ന ടൈം ക്ഷീണം ഉണ്ടാവും, അത് ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കിട്ടുന്നത് ആ ടൈമായിരിക്കും. അപ്പം നമുക്ക് ഉറക്കത്തിലൊരു ചെറിയ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അത് കുറച്ച് നാളത്തേക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. അതുകൊണ്ട് ആ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വലിയൊരു, അതായത് എങ്ങും പോകാതെ നിൽക്കുക അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോകുമായിരുന്നു, കറങ്ങാൻ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് അത് അവരവർ തന്നെ നിശ്ചയിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഉറക്കത്തിൽ കുറച്ചൊരു കോംപ്രമൈസ് ചെയ്തിരുന്നു. അപ്പം രാത്രി ഒരു 7 മണി കഴിഞ്ഞ് ഉള്ള ടൈമിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അതൊരു 6-7 മണിക്കൂർ പഠിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ രാവിലെ ചില ദിവസങ്ങൾ പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെയും പഠിക്കുമായിരുന്നു. മിക്കവാറും പറ്റാറില്ല, കാരണം 7 മണിക്ക് തന്നെ തിരിച്ച് ഓഫീസ് പോവേണ്ടതുണ്ട്. പിന്നെ ഹോളിഡേ ഉണ്ടാകുമല്ലോ നമുക്ക്, അങ്ങനെ ഹോളിഡേയ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് പഠിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതൊരിക്കലുമല്ല, എളുപ്പമുള്ളതല്ല. ഒട്ടും എളുപ്പമല്ല. നമുക്കും മെൻ്റലായിട്ടും പ്രശ്നങ്ങളുണ്ടാകും, ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോംപ്രമൈസ് വേണ്ടി വരും. എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തതും കേരളത്തിലല്ല, ഹൈദരാബാദിലായിരുന്നു. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ക്ലൈമറ്റിൻ്റെ പ്രശ്നം, ഫുഡിൻ്റെ പ്രശ്നമുണ്ട്. ഫുഡൊക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വീടെടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതിന് സമയം കണ്ടെത്തണം, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. അത് നമ്മളെ കൊണ്ട് പറ്റും. നമ്മളത് അറേഞ്ച് ചെയ്യുക, ടൈം നമുക്ക് പ്ലാൻ ഉണ്ടാവുക, എപ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് മുൻകൂട്ടി കണ്ട് ആ ടൈമിൽ കൃത്യമായിട്ട് പഠിക്കുക. അതായത് നമുക്ക് എക്സ്ക്യൂസസിന് സത്യം പറഞ്ഞാൽ ഈ നമുക്കൊരു നമ്മുടെ ഗോൾ അത്ര വലുതാണെങ്കിൽ എക്സ്ക്യൂസസിന് സ്ഥാനമേ ഇല്ല. ഇല്ല, എക്സ്ക്യൂസിന് സ്ഥാനമില്ല. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ഒരു എക്സ്ട്രാ എഫേർട്ട്, ഒരു ദിവസം എക്സ്ട്രാ കുറച്ചുകൂടെ ടൈം ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തണം. അങ്ങനെ ചെയ്യുമായിരുന്നു. ഇല്ലില്ല, ബ്രേക്ക് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ആ ടച്ച് ഉണ്ടായിരുന്നു ഇതിൽ. ആ ടച്ച് ഇല്ലാതെ പോയ പിന്നെ നമുക്ക് വീണ്ടും ഒന്നേ തുടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ലോങ് ബ്രേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് വീഡിയോ കാണുകയോ എന്തെങ്കിലും വന്ന് നമ്മുടെ ആ ടോപ്പിക്കുമായിട്ട് എപ്പോഴും ഒരു ടച്ച് വേണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആവറേജ് ഒരു എബോ ആവറേജ് അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ PSC എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ തോന്നുന്നില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് കിട്ടിയാൽ കൊള്ളാം, പക്ഷെ അവരിൽ തന്നെ PSC എക്സാമിന് മാർക്ക് കുറയുന്നവരുമുണ്ട്, തിരിച്ച് സംഭവിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് PSC നോക്കണ്ട എന്നുള്ള രീതിയിൽ പോവാതെ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. ചിലപ്പം PSC എക്സാമും യൂണിവേഴ്സിറ്റി എക്സാം രണ്ട് രീതിയിലുള്ള എക്സാംസ് ആണ്. കൺസെപ്റ്റും ബേസിക് കാര്യങ്ങൾ ഒന്ന് തന്നെ ആണെങ്കിലും നമ്മൾ എഴുതി ഫലിപ്പിക്കുന്നതിനായാലും എല്ലാ കാര്യങ്ങളും രണ്ട് രീതിയിലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനായിരിക്കും കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഞാനങ്ങനെ ടൈം ടേബിൾ കീപ്പ് ചെയ്താണ്. അത്ര വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു ടൈം ടേബിളൊന്നും ആയിരിക്കില്ല, എങ്കിലും ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഇത്ര വീഡിയോ ഞാൻ ഇത്ര ടൈമിനുള്ളിൽ കാണുന്നു, അതിൻ്റെ എക്സാം എഴുതും, ഈ സബ്ജക്റ്റ് ഇത്ര ടൈമിനുള്ളിൽ തീർക്കും, അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഞാൻ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെച്ച് അത് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് അത് ടിക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്നാലും നമുക്ക് നമ്മുടെ പഠിച്ചതിൻ്റെ ഒരു പ്രോഗ്രസ് അറിയാനും പറ്റും. നമുക്കറിയാം നമ്മൾ ഏതുവരെ പഠിച്ചു, ഇനി എത്ര പെൻഡിങ് ഉണ്ട്. നമ്മൾ സിലബസ് നോക്കിയിട്ടായിരിക്കുമല്ലോ ഓരോന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി എത്ര പെൻഡിങ് ഉണ്ട്, അത് എത്ര ടൈമിനുള്ളിൽ നമുക്ക് ഇനി തീർക്കാൻ പറ്റും, എക്സാം വരുന്നതിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, ടൈം ടേബിൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലുള്ള ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാം അടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ ടെൻഷൻ വരും, അത് എക്സാമിനെ ബാധിക്കും. അതിനേക്കാൾ നല്ലത് മുന്നേ തന്നെ നമ്മൾ പെൻഡിങ് എത്രയുണ്ട് അത് പെൻഡിങ് ഉള്ളത് കുറച്ച് വരിക, ടൈം ടേബിൾ നോക്കി അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു 20 തൊട്ടാണ് എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നത്. അപ്പോൾ ഒരുപാട് എക്സാംസ് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്സാംസ് ഒരു 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ഒറ്റത്തവണ പഠിച്ചാൽ മതി ഈ എല്ലാ എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺസെൻട്രേറ്റ് ചെയ്ത ഡിഗ്രി ലെവൽ എക്സാംസ് തന്നെയാണ്. ഞാൻ ഡിഗ്രി ആയതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാംസ്, അതിൽ തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, PWDAE ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ KCBAE ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 അതുണ്ടായിരുന്നു, APA, പോളി, ഇത്തരം എക്സാംസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. പക്ഷേ മറ്റ് എക്സാംസും ഡിപ്ലോമ ലെവൽ എക്സാംസും എഴുതിയായിരുന്നു, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയായിരുന്നു. അപ്പോൾ അല്ലാതെ നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കത് അടുത്ത എക്സാമിന് വേണ്ടി വീണ്ടും ചിലപ്പോൾ ഒന്നേ തുടങ്ങേണ്ടി വരും. അങ്ങനെയല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മൾ മറക്കത്തില്ല. മറക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത എക്സാമിന് വേണമെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അത്രയും ടൈം കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എക്സാമിനും വേണ്ടി ഒരു ഒറ്റ തവണത്തേക്ക് പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എല്ലാത്തിൻ്റെയും സിലബസ് സെയിം ആണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാവും. അത് നമുക്ക് ആ എക്സാമിന് മുന്നേ കവർ ചെയ്യാവുന്നതുള്ളൂ. ബാക്കി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് എല്ലാം എല്ലാത്തിനും എക്സാമിനും വേണം. അപ്പം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അങ്ങനെയായിരുന്നു ചെയ്തത്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, സമയം ഒരുപാട് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കാര്യം എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? സമയം എടുക്കും. അപ്പോൾ നമ്മൾ സമയം അതിനനുസരിച്ച് മുൻകൂട്ടി തന്നെ പഠിച്ചു തുടങ്ങും. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയിൽ പോവാതെ കുറച്ച് മുന്നേ തന്നെ 6 മാസമോ അതിന് മുകളിലോ ടൈം എടുത്ത് തന്നെ പഠിക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് മറക്കത്തില്ല. ഇങ്ങനെ മാത്രമല്ല, നമ്മളിപ്പം ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമായിരിക്കും. അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഒന്നായിരിക്കും, പക്ഷെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ രീതി വേറെ ആയിരിക്കും. അപ്പം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നമ്മളിപ്പം ഓരോ ക്വസ്റ്റ്യനും കാണാതെ പഠിക്കുന്നത് പോലെ ആയിപ്പോവും. ഇനിയിപ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മുടെ എക്സാമിന് ഈ രീതിയിലൊന്നും അല്ല, വേറൊരു രീതി, പുതിയൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ആൻസർ നമുക്കറിയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ച രീതി ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് അത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ഏതൊരു കാര്യത്തിനും, ഇലക്ട്രിക്കലിനല്ല ഏതൊരു സബ്ജക്റ്റിലും ഏതൊരു കാര്യത്തിനും പിന്നിലൊരു ലോജിക്ക് ഉണ്ടാവും, ഒരു തിയറി ഉണ്ടാവും, ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഈ 50 ഹെർട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മളെല്ലാം 50 ഹെർട്സോ യൂസ് ചെയ്യുന്നു. ഞാൻ അതിനൊരു ലോജിക്കലായിട്ടുള്ള ആൻസർ കണ്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ബ്രിട്ടീഷുകാർ അവിടെ യൂസ് ചെയ്തിരുന്നത് 1.25 ഈ 3 നമ്പർ വെച്ചുള്ള എല്ലാം. നമ്മളിപ്പോൾ നോട്ടിൻ്റെ ഡിനോമിനേഷൻ ആയാലും നമ്മുടെ വെയിറ്റ് ആയാലും എല്ലാം അങ്ങനെയാണ്. 1 കിലോ, 2 കിലോ, 5 കിലോ, പിന്നെ അതിൻ്റെ മൾട്ടിപ്പിൾ. അങ്ങനെ വന്നതുകൊണ്ടാണ് 50 ഹെർട്സ് വന്നതെന്നാണ് മനസ്സിലായത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കും, അതുകൊണ്ടാണ് 50 ഹെർട്സ്. ഇതുപോലെ ഓരോ കാര്യം, ഇപ്പം US കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ടെസ്ല സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് 60 ഹെർട്സ്, അതായത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ആ ഒരു രീതിയിൽ വെച്ചിട്ട് ടെസ്ല സജസ്റ്റ് ചെയ്തു. അതുപോലെ ഓരോ കാര്യത്തിനും ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. ഇങ്ങനെ ബിടെക്കിന് പഠിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ഒന്നും പോകില്ല, പഠിക്കുക, എക്സാം എഴുതുക എന്നുള്ളത്. ഇതിന് ഞാൻ കുറച്ചുകൂടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ, അത് നമുക്ക് ഇന്റർവ്യൂവിനും കുറച്ചുകൂടെ ഉപകാരപ്രദമാവും. ഇതുപോലെ ഓരോ കാര്യത്തിനും ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അത് പഠിച്ചു വെച്ചിരുന്നാൽ എളുപ്പമാണ്, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു സബ്ജക്റ്റ് നമുക്ക് എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ചില സബ്ജക്റ്റ് കുറച്ച് ടഫ് ആയിരിക്കും. അങ്ങനെയുള്ള സബ്ജക്റ്റ് കുറച്ച് ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി പഠിച്ചു വരുന്നതായിരിക്കും നല്ലത്. ടൈം കൺസ്യൂം ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ആ സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ ചില സബ്ജക്റ്റുകൾ കുറച്ച് ടഫാണ്, ചിലത് ബുദ്ധിമുട്ടില്ല. ആ ബുദ്ധിമുട്ടില്ലാത്തത് ചിലപ്പോൾ എനിക്ക് അത്രയും ബേസിക് പോകേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ബേസിക് അറിയാം. ടഫായ സബ്ജക്റ്റുകൾ ചിലപ്പോൾ പല കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ആ ടഫ്നെസ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ആസ്പെക്റ്റും നോക്കാം. ടഫായ ആണെന്ന് പറഞ്ഞിട്ട്
ബേസിക് നോക്കാതിരിക്കരുത്. ബേസിക് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് നമുക്കത് ടഫായത്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ബേസിക്കിൽ പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ടഫായത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ. അത് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്കോറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത്, ഞാൻ പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിലാണ് എഴുതുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് എവിടെ വേണോ കൊണ്ടുപോകാം. ബുക്ക് കാണുമ്പോൾ അത്രയും വെയിറ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു ബുക്കും കൂടെ കൊണ്ടുപോകുന്നതിനേക്കാളും പേപ്പർ എൻ്റെ പോക്കറ്റിൽ ഇരിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് ഡൗട്ട് വരുമ്പോഴങ്ങനെ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോൾ എനിക്കൊന്ന് എടുത്ത് നോക്കാം, ആ രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതിനുശേഷം അതിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂമറിക്കലിൻ്റെ ഇത് വരുവാണെങ്കിൽ ഫോർമുല, അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വരുമായിരുന്നു. അപ്പം പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൻ്റെ എക്സാം എഴുതും. എക്സാം എഴുതിയ ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ എക്സാം ഒന്നും കൂടെ എഴുതി നോക്കും. അപ്പോഴും നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ട് ഉടനെ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് അതെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ഒന്നും കൂടെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിൽ പറ്റും. ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 എണ്ണം പറ്റും, 4 എണ്ണം പറ്റത്തില്ല. അപ്പോൾ 4 എണ്ണം നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവും. അപ്പം നമ്മൾ അതൊന്നും കൂടെ പഠിക്കും. ആ ക്വസ്റ്റ്യനും ഞാനൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ. ഇതിപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഇങ്ങനെ വേണമെന്നില്ല. നമുക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും ഓരോരുത്തരും. ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് മാത്രം ഈ സ്ട്രാറ്റജി ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മാക്സിമം വീഡിയോസും കാണാൻ ശ്രമിക്കുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ചില സബ്ജക്റ്റുകൾ കുറച്ച് ടഫായിരിക്കും, അപ്പോൾ അതിൻ്റെത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, കോൺസെൻട്രേറ്റ് ചെയ്യും എന്നല്ല. മാക്സിമം വീഡിയോസ് 100% വീഡിയോയും കണ്ടു തീർക്കാനൊന്നും പറ്റിയിട്ടില്ല. യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ആയാലും അല്ലാതെ മോക്ക് ടെസ്റ്റ് ആയാലും അതെല്ലാം മാക്സിമം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റേക്ക് വരുന്ന റിവൈസ് ചെയ്യും, ടെസ്റ്റും റിവൈസ് ചെയ്യും. വീഡിയോയും ഡൗട്ട് ഞാൻ ചിലപ്പോൾ ഈ സ്ഥലത്ത് ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എനിക്ക് അതൊരു ഡൗട്ട് വരും. ഇപ്പോൾ മൊബൈൽ ഉള്ളതുകൊണ്ട് എല്ലാം എടുത്ത് നോക്കാം, അതുപോലെ ഞാൻ നോട്ട് എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് അതും എടുത്ത് നോക്കാം. അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. അപ്പം വീഡിയോ പരമാവധി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം ടെസ്റ്റ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് നോക്കാം എന്നുള്ളത്. ഇല്ല, അങ്ങനെയില്ല. കാരണം കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് എഴുതുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫൈനൽ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് മാർക്ക് കിട്ടും, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ PSC അങ്ങനെയല്ല, നമ്മുടെ ഫൈനൽ ആൻസറിനാണ്. അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് PSCയിലാണ്. കാരണം ഫൈനൽ ആൻസർ ആണ്, അത് തെറ്റിപ്പോയാൽ നമ്മുടെ കംപ്ലീറ്റ് പോയാൽ അതുവരെയുള്ള സ്റ്റെപ്പ് ഒന്നും ആരും നോക്കുന്നില്ല. മാത്രമല്ല ഇപ്പം PSCക്ക് നിങ്ങൾ സ്റ്റെപ്പ് എഴുതണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നു. ഒരു വർഷം യൂണിവേഴ്സിറ്റി എക്സാമിനേക്കാളും ടൈം അവിടെ ഫാക്ടറായിട്ട് വരുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ആ ഒരു പ്രാക്ടീസും കൂടെ വേണ്ടതാണ് PSC എക്സാം. അത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് അങ്ങനെ ഒരു ടൈം ഉണ്ട് എന്നാൽ തന്നെയും മറ്റതുപോലെ അത്രയും ക്രൂഷ്യൽ അല്ല ടൈം. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും അടുത്ത രീതി സ്ട്രാറ്റജി വേറെയാണ്, വേറെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെല്ലാം കിട്ടുമോ അത് ഇപ്പം നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതെല്ലാം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പലയിടത്തും പല ഡിഫറെൻ്റ് ആൻസർ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യും, എന്നിട്ട് അതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എംടെക്കിന് പഠിക്കുമ്പോഴേ ബുക്ക് വാങ്ങുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ലൈബ്രറിയിൽ പോയി എടുക്കുന്നതിനേക്കാൾ എൻ്റെ ബുക്കാകുമ്പോൾ എനിക്ക് എപ്പോഴും വേണോ നോക്കാം, അങ്ങനെ ഒരു പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ആ പൈസ പോലും ലാഭിക്കാം. അപ്പം ബുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈബ്രറിയിൽ നിന്ന് എടുത്താലും മതി. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇങ്ങനെ മിക്ക സബ്ജക്റ്റിൻ്റെയും ബുക്കുകൾ മിനിമം ഒരു ബുക്കെങ്കിലും എല്ലാവരുടെ കയ്യിലും വേണമെന്നാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ് കോപ്പി ഓർ ഹാർഡ് കോപ്പി ഏതായാലും എൻ്റെ മിനിമം 2 ബുക്കെങ്കിലും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. ഇപ്പോൾ വീണ്ടും അവസരം കൂടി വരുവാണ്. നമുക്ക് ബുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് സൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ നിന്ന് മേടിക്കാം, ഫോട്ടോ കോപ്പി എടുക്കുക,
എല്ലാത്തിനും ഇപ്പം ചെലവ് കുറഞ്ഞു വരികയാണ് അത്തരം കാര്യങ്ങൾക്ക്. ഇല്ല, നമ്മുടെ ലക്ഷ്യം, ഗോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഗോൾ ഉണ്ട്, അത് കിട്ടണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി, കേരള ഗവൺമെന്റിന്റെ നല്ലൊരു ജോലി കിട്ടുക. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഭാഗ്യവശാൽ ഈ എക്സാമുകളെല്ലാം വരുന്നു. അതിൽ നല്ല അസിസ്റ്റന്റ് പ്രൊഫസറുണ്ട്, പോളിയുണ്ട്, എല്ലാ എക്സാമുകളും വരുന്നു. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഇതിൽ ഒരെണ്ണം ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അപ്പം ഡീമോട്ടിവേഷൻ എല്ലായിടത്തു നിന്നും ഉണ്ടാവും, എൻവയോൺമെന്റിൽ നിന്നുണ്ടാവും, ആളുകളിൽ നിന്നുണ്ടാവും, പല ഇതുണ്ടാവും. അപ്പം നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാം നമുക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ലോകത്തെങ്ങും കാണത്തില്ലല്ലോ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടി മാത്രം ശ്രമിക്കുക. എനിക്ക് വരുന്നത് ആ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും, അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതിലേക്ക് അങ്ങ് പോകും. അങ്ങനെയാണ്. പണ്ട് നമുക്കൊരു പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് അതൊരു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു 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 പാറ്റേൺ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതുള്ള ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് ആയാലും വൺ വേർഡിൽ ആൻസർ എഴുതുക, 4 ഓപ്ഷൻ കാണും, അതിൽ ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും. ആ രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അത് മാറി. അതായത് ഇപ്പോൾ എയും ബിയും കറക്റ്റ് ആണോ, എയും ബിയും സിയും കറക്റ്റ് ആണോ, ഇതൊന്നും അല്ലേ കറക്റ്റ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലെ ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ വ്യക്തമായിട്ട് അറിയാതിരിക്കണം. പണ്ടത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ആൻസറേ കാണും, ആ ആൻസർ പഠിച്ചാൽ മതി. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് അറിയുകയും വേണം, അതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്കറിയണം. അപ്പം ആ ഒരു ഡിഫറൻസ് ഇപ്പം ഉണ്ട് ക്വസ്റ്റ്യൻസ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് നോക്കുക, സിലബസ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡീവിയേറ്റ് ചെയ്താലും കുഴപ്പമില്ല. സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് മാത്രം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ കുറച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറച്ചൊരു ടോളറൻസ് പോലെ കൊടുത്തിട്ട് എക്സ്ട്രാ ഒന്ന് പഠിക്കാനും കൂടെ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ പഠിക്കുക, അത് തന്നെയാണ് ഇത്. കൺസെപ്റ്റ് പഠിക്കുക എന്ന് തന്നെയാണ്. പണ്ടത്തെ പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടെന്നല്ല, ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഒരുപാട് കാര്യം, കാരണം ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ ഉണ്ടാവും. ഒരു ആൻസറേ കറക്റ്റ് ആയിട്ടുണ്ടാവും പണ്ടത്തെ രീതിയിൽ, തെറ്റ് ആൻസർ ഉണ്ടാവും. ആ തെറ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അതാണ് നമ്മൾ മെന്റലി ചെയ്യാം. അത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞെന്ന് പറഞ്ഞാൽ, അതായത് ഒരു തിയറി പഠിച്ചാൽ അതിന്റെ കൺസെപ്റ്റ് തറവായിട്ട് പഠിക്കുക, അതിന് കുറച്ച് എക്സ്ട്രാ കൂടെ പഠിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഒരു വേക്കൻസി ആയിരിക്കും അവർ നോട്ടിഫിക്കേഷൻ ടൈമിൽ കാണുക, അത് വേക്കൻസി കൂടാം, വേക്കൻസി എന്തായാലും കുറയത്തില്ല എന്നാണ് തോന്നുന്നത്, കൂടും എന്തായാലും കൂടും. അപ്പം നിങ്ങൾ എക്സാം വരുന്നുണ്ട്, മിക്കവാറും ഇലക്ട്രിക്കൽ എക്സാംസ് ഏകദേശം ഒരേ ടൈമിലായിരിക്കും എല്ലാം വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കുക. അത് ഒരു എക്സാമിന് വേണ്ടിയല്ല, എല്ലാ എക്സാമിനും വേണ്ടി നിങ്ങൾ തിയറി, നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ അത് പഠിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക, ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കുക, ടൈം മാനേജ്മെന്റ്, അത് മോക്ക് എക്സാംസ് ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതായത് സമയമെടുക്കും എന്നുള്ളൊരു കാര്യം അതിലില്ല. സമയമെടുത്ത് തന്നെ ചെയ്യാൻ പറ്റൂ. അതിപ്പം ജോബ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും, അല്ലാത്തവർക്കാണെങ്കിൽ അത്രയും സമയം വേണ്ട എന്നുള്ളൂ. എന്തായാലും സമയം എടുത്താലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. പെട്ടെന്ന് പോയി എഴുതാൻ പറ്റുന്നത് അതല്ല PSC, ടൈം എടുക്കും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ നിങ്ങൾ എന്നെപ്പോലെ വേറെ ആരുടെയെങ്കിലും ഒക്കെ ഓരോ സ്ട്രാറ്റജിയാണ് ഓരോരുത്തർക്കും. അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അൾട്ടിമേറ്റ് എയിം ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവുക, സബ്ജക്റ്റ് മനസ്സിലാവുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അത് ഏത് രീതിയിലാണ്, അത് ഞാൻ ചെയ്തതുപോലെ ചെയ്താൽ ചിലപ്പോൾ ചിലർക്ക് അത് പറ്റും, ചിലർക്ക് പറ്റില്ല. ചിലർക്ക് വേറൊരു ആളുടെ ഇതായിരിക്കും, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ എബിലിറ്റി നിങ്ങൾക്ക് അറിയാവും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ആദ്യം. എന്നിട്ട് ആ രീതിയിൽ ഫോളോ ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എഫക്റ്റീവ് ആണോ അല്ലെന്ന്. അപ്പം വേറെ ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. 1-2 പേര് പറയുന്ന സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിലേറ്റവും ബെസ്റ്റ് എനിക്ക് സ്യൂട്ട് ആവുന്ന ഇതാണ്. എൻ്റെ എന്താ എൻ്റെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം എൻ്റെ ടൈം ഈ സമയങ്ങളിലാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചാലാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. അതിന് വേണമെങ്കിൽ ഇങ്ങനെ പലരുടെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് മാതൃകയാക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ സ്യൂട്ടായത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ടൈമിൻ്റെ കാര്യം പറയാം. നമ്മൾ ടൈമില്ല എന്ന് പറയും. പക്ഷെ ടൈമുണ്ട്. നമ്മളതെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളത് എവിടെ എപ്പോൾ ടൈം കണ്ടെത്തും. ഞാൻ ടൈം കണ്ടെത്തിയായിരുന്നു. അതുപോലെ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും ടൈം. അതൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചില കോംപ്രമൈസുകൾ വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്. അതിന് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. വേറെ ഒരു ഫംഗ്ഷന് പോയി അത്രയും ടൈമും കൂടെ പോയല്ലോ എന്നാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു കോംപ്രമൈസ് ഉണ്ട്. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ ചെയ്തു. കാരണം കുറച്ച് എപ്പോഴും നമ്മൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഒരു ഇത് ബ്രെയിൻ ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോവുക, അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോഴും ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഡൗട്ടിനെല്ലാം ഉള്ള ആൻസർ നമ്മൾ ചുറ്റും നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ കണ്ടെത്തി എങ്ങനെയെങ്കിലും ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ആയാലും ബുക്കായാലും എങ്ങനെ എവിടെയെന്നെങ്കിലും കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാവുക, അത് മറക്കാതിരിക്കുക. അതുപോലെ അത് തന്നെയാണ് ഓരോന്നിനും ഒരു റീസൺ ഉണ്ടാവും. എഞ്ചിനീയറിങ്ങിലായാലും സയൻസിൽ എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും, ഒരു ലോജിക്ക് ഉണ്ടാവും, അതിന് പിന്നെ ഒരു തിയറി ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ സാധനം മറക്കത്തില്ല. പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാ കാലത്തും ഒരു സാധനവും ഓർമ്മിച്ചിരിക്കത്തില്ല. നമ്മൾ മറന്നു പോകും, മനുഷ്യനാവും, മറന്നു പോകും. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും മറന്നു പോകും. അപ്പം നമ്മൾ റിവൈസ് ചെയ്താൽ ചിലപ്പോൾ ആദ്യം ഒരു കാര്യം പഠിച്ച് ഒരാഴ്ച കഴിഞ്ഞ് റിവൈസ് ചെയ്യും, പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് മതിയാകും. അങ്ങനെ നമുക്ക് അത് ഓർമ്മയിൽ നിർത്താൻ പറ്റും. അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് പല ആൻസറുകളും കിട്ടും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമായിരിക്കില്ല, വേറെ പല ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റും. ചിലപ്പം അതുപോലെ ചോദിക്കണമെന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് വരാൻ. എന്ന് പറഞ്ഞാൽ ഈ ആർക്കും ട്രൈ ചെയ്യാനുള്ള സംഭവമേ ഉള്ളൂ കേരള PSC. സമയം വേണം, കോമ്പറ്റീറ്റീവ് എല്ലാം ശരിയാണ്. പക്ഷെ ആർക്ക് വേണോ ട്രൈ ചെയ്ത് കിട്ടാവുന്ന സാധനമാണ് കേരള PSC. ഇപ്പം അത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. വേക്കൻസി കുറവാണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ട്രൈ ചെയ്യുന്നത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കുക. നമുക്ക് എത്ര എക്സാം ഉണ്ടോ അത് എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ എക്സാം ടഫായി, അപ്പം പിന്നെ നമ്മൾ ബാക്കിയുള്ള എക്സാം എല്ലാം പോകും. അത് നമ്മളിപ്പം ഓൺലൈൻ ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും ആ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എനിക്ക് ഒരുപാട് എക്സാമിന് മാർക്ക് നല്ല കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിപ്പം അപ്പം ഞാൻ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് വിചാരിച്ചു. ഞാൻ നോക്കും, ഈ ക്വസ്റ്റ്യൻസിനാണ് എനിക്ക് കുറഞ്ഞത്, കാരണം അത് ഞാൻ പഠിച്ചില്ലായിരുന്നു. ഞാൻ അത് പഠിച്ചു. എന്നിട്ട് ഈ എക്സാം കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും എഴുതി നോക്കും. അപ്പോൾ എനിക്ക് വീണ്ടും മാർക്ക് കിട്ടി. എനിക്ക് മനസ്സിലായി പഠിച്ചാൽ കിട്ടുന്ന സംഭവമേ ഉള്ളൂ ഇത്. കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കാതെ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. മാർക്ക് കുറയും കൂടും, എല്ലാത്തിനും ടോപ്പ് വരണമെന്നൊന്നും വിചാരിക്കരുത്. അൾട്ടിമേറ്റ് അവസാനം നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തെറ്റുകൾ തിരുത്തി പോകുമ്പോൾ അവസാനം നമ്മൾ ശരിയിലെത്തും. വേറെ ഒന്നുമില്ല, ഇതിന് ഷോർട്ട് കട്ട് അങ്ങനെയൊന്നുമില്ല. കീപ് പ്രിപ്പയറിങ്, അത് മാത്രമാണ് എൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എക്സാമിന് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ടും പഠിക്കുക. സയൻറ്റിഫിക്കായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഈ മറവി രോഗം പോലുള്ള സാധനങ്ങൾക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബിടെക്കിന് പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുന്നത്ര വലിയ താല്പര്യമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ PSC പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളല്ലേ. തീർച്ചയായും ഒരു കോച്ചിങ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ടൈമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ
ഒരു ബുക്ക് നോക്കി പഠിക്കാൻ ഇപ്പം 2 വർഷം കൊണ്ട് ഒരു ബുക്ക് നോക്കി ഒരാൾക്കൊരു പഠിച്ചൊരു കൺസെപ്റ്റ് തറോ ആക്കുന്നതിനേക്കാൾ എളുപ്പം ചിലപ്പോൾ 1 വർഷം മതിയാവും ഒരു കോച്ചിങ് സെന്ററിൽ ഒരാൾ പറഞ്ഞു തരുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഒരു കോച്ചിങ് ഉള്ളത് എപ്പോഴും നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ലാഭം മാത്രമേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ശ്രമിക്കുക. സമയം ഇല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റത്തില്ല. പക്ഷേ സമയം ഞാൻ പറഞ്ഞതുപോലെ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം കണ്ടെത്തുക, അത് എളുപ്പം ഇല്ലാത്ത ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ബേസിക് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. അതിൽ നടക്കിടന്നും വേണ്ട. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. നമ്മൾ ബിടെക്കിന് പഠിക്കുന്നതൊക്കെ അറിയാം. നമുക്ക് അങ്ങനെ എല്ലാം പഠിച്ചിട്ടായിരിക്കില്ല ബിടെക് കഴിയുന്നത്. അപ്പം എന്തായാലും ബേസിക് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക്. റിസൾട്ട് വരുന്നത് 2 ദിവസം 3 ദിവസം മുന്നേ സിവിലിൻ്റെയും മെക്കിൻ്റെയും AP യുടെ റിസൾട്ട് വന്നായിരുന്നു. അപ്പം എനിക്ക് തോന്നി അടുത്ത് തന്നെ ഉണ്ടാവുമെന്നു. അപ്പം ഞാൻ ഈ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഓഫീസിലിരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കും. അപ്പം IT യുടെ റിസൾട്ട് വന്നു AP. അപ്പോൾ ഏകദേശം 5 മണിയായി. 5 മണിയിൽ നിന്ന് 5:15 വരെയാണ് ഞങ്ങൾ വർക്കിംഗ് അവർ. അപ്പം 5:15 വരെ നോക്കിയപ്പോൾ വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ബസ്സിൽ തിരിച്ചു വരിക. ബസ്സിൽ തിരിച്ചു വന്ന് പകുതി ദൂരം എത്തിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ AP യുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ റിസൾട്ട് ഇട്ടേക്കുന്നു. റിസൾട്ട് PDF ആയിട്ടാണ് ഇടുന്നത്. ഞാൻ ഈ PDF എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. PDF ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഞാൻ ജസ്റ്റിനെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ എൻ്റെ പേരുണ്ട്. ആദ്യം ഒരു എക്സൈറ്റ്മെന്റ്, ഷോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് റാങ്ക് കിട്ടി. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കി എവിടെയൊക്കെ ഓരോന്നിന് എത്ര, എക്സാമിന് എത്ര മാർക്ക്, ഇന്റർവ്യൂവിന് എത്ര മാർക്ക്, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ. ആദ്യം ആരോ വിളിച്ച് പറഞ്ഞത്? ആദ്യം അച്ഛനെ. അച്ഛൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛന് എന്തോ അച്ഛന് ഇതായിരുന്നു. ആണോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞു. ആണോ മക്കളെ അങ്ങനെ എന്തോ ചോദിച്ചു. സൗണ്ട് ക്ലിയർ അല്ലേ, എന്തോ ഞാൻ പിന്നെ വിളിക്കാന്നോ, അല്ലെ ഇത് അയച്ചു തരാനോ അങ്ങനെ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് അയച്ചു തരാനോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയച്ചു. പിന്നെ അമ്മയെ വിളിച്ചു, പിന്നെ വൈഫിനെ വിളിച്ചു. വൈഫ് കുറെ കൺഗ്രാജുലേഷൻസ് സ്വീകരിയൊക്കെ ഉണ്ടായി. പുള്ളിക്കാരി ഇതിന്റെ PhD ടെൻഷനിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് കേട്ട ഭയങ്കര ഹാപ്പിയായി. അത് പറഞ്ഞായിരുന്നു രാത്രി. പിന്നീട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് ഇതിന്റെ ടെൻഷനിലിരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പ്രതിസന്ധി ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധി ഉണ്ടാവും. അപ്പം എൻ്റെ പ്രതിസന്ധി ആയിരിക്കില്ല വേറൊരാൾക്ക്. നിങ്ങളെ പ്രതിസന്ധി അത് തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ഒരു ജോലി ലഭിക്കുകയാണ്. നമ്മുടെ ഈ പ്രതിസന്ധി അത് വിചാരിച്ച് ദുഃഖിച്ചിരുന്നത് കൊണ്ട് നമുക്കിത് കിട്ടാതെ പോകും. അതിനെ തരണം ചെയ്യുക. അത് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ചിലപ്പം നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് ഈ ജോലി കിട്ടുമ്പോൾ ആ പ്രതിസന്ധി ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, പിന്നെ ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. എല്ലാവർക്കും ഓരോ പ്രശ്നം. എനിക്കുണ്ട്, അലർജിയുള്ള ആളായിരുന്നു. റെയിൽവേയിൽ നിന്ന് വരാനുള്ള പ്രധാന കാരണം അതാണ്. പൊടിയും ക്ലൈമറ്റൊക്കെ അലർജി ഉണ്ട് എനിക്ക്. അപ്പം മിക്കവാറും തുമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. നമ്മൾ അതൊന്ന് പറഞ്ഞ് മടിക്കാതെ നമുക്ക് കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യുക. അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? അത് ഒരിക്കൽ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ? ജോയിൻ ചെയ്തിട്ട് PhD ചെയ്യണമെന്ന് ആഗ്രഹമാണ്. റിസർച്ച് പോലൊക്കെ ചെയ്യുന്നതെന്ന് താല്പര്യമുണ്ട്. അതായത് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പുതിയത് പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള സബ്ജക്റ്റ്? ഇഷ്ടമുള്ള കൺട്രോൾ സിസ്റ്റം ആയിരുന്നു. ഞാൻ ഇത് MTechന്റെ പ്രോജക്റ്റ് ചെയ്തത് VSSലാണ്, ISRL. അപ്പോൾ അത് സ്പേസ് റോബോട്ടിക്സ് കുറച്ച് താല്പര്യമുള്ള ആളാണ്. എൻ്റെ ഗൈഡ് ജിഷ മിസ്സും റോബോട്ടിക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. കൂടുതൽ ടൈം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ വിളിക്കും, അച്ഛനും അമ്മയൊക്കെ വിളിക്കും. അപ്പം കുഴപ്പമില്ല മക്കളെ, അത് കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ കുറേ നാൾ വൈഫ് എൻ്റെ കൂടെ വന്ന് നിന്നു.
പുള്ളിക്കാരി കുറച്ചാൾ വർക്ക് ചെയ്യുമായിരുന്നു വെസ്റ്റായിട്ട്. അപ്പം പുള്ളിക്കാരി വേണ്ട ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വന്ന് നിന്നു. കാരണം ഞാനാണ് കുക്ക് ചെയ്ത് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളതും പുള്ളിക്കാരിയും കൂടെ വന്ന് നിന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ അതുപോലെ ഒരാളിപ്പം ഒറ്റയ്ക്ക് ഇത് ഒരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ശരി. ഇല്ല, അങ്ങനെയില്ല. നമുക്ക് പറ്റുന്നിടത്തോളം പഠിക്കുക. നമുക്ക് ടൈം കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് കഴിക്കുക, ഉറക്കമെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഉറങ്ങിയില്ലെങ്കിൽ തലവേദന വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വൈഫിനൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. നേരെ ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ വരും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരതിന് വേണ്ടി ഉറങ്ങിയിട്ട് ബാക്കിയുള്ള ടൈം അത് ഇത്ര അവർ ഒരാൾ ഇന്ന ദിവസം പഠിക്കണം അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ നമ്മളിപ്പം കുറേ നാൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലതായി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് തന്നെ. എന്നാൽ നമ്മളാദ്യം ടെസ്റ്റ് ചെയ്യുമല്ലോ. കുറച്ച് ഇതൊക്കെ കണ്ട് നോക്കി കൊള്ളാം എന്ന് തോന്നി. എനിക്ക് മനസ്സിലാവുന്നു. അവിടെ ഒരു സാറ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പം കണ്ടന്റ് വൈസ് ക്വാളിറ്റി വൈസ് നന്നായി. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പം പറഞ്ഞതുപോലെ നമ്മുടെ എക്സാമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. ഓരോ എക്സാമും പുതിയ പാറ്റേണിലൊക്കെ വരികയാണ്. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പം ലെങ്ത് കൂടുതലാണെന്ന് വിചാരിച്ച് നമ്മൾ കാണാതിരിക്കരുത്. കാരണം അത് കൺസെപ്റ്റ് ബേസിക് ആയി തുടങ്ങുന്നത് കൊണ്ടാണ് ലെങ്ത് കൂടുന്നത്. പക്ഷെ അത് നമുക്ക് എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടതാണ് ഓരോ വീഡിയോയും. അല്ല, അവരെന്താണ് അവർക്ക് പ്രശ്നം എന്നുള്ളത് അവർ കണ്ടെത്തുക. നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ആ എക്സാം എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഏത് സബ്ജക്റ്റിനൊക്കെയാണ് മാർക്ക് കുറവ്, ഏത് സബ്ജക്റ്റാണ് നമുക്ക് മനസ്സിലാവാതിരിക്കുന്നത്, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതാണ്. പിന്നെ ഒരു എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉള്ളതൊന്നും കിട്ടാതിരിക്കണം, അങ്ങനെയൊന്നുമില്ല. ചിലർ ഒരു 10 എക്സാം എഴുതിയിട്ട് 11ാമത്തെ എക്സാം കിട്ടുന്നവരുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്താൽ കിട്ടുമെന്നുണ്ടാവും. അത് നമ്മുടെ ഓരോ ആ സമയത്ത് ഇത് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോഴേ ഒരു 90% കാര്യവും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബാക്കി വരുന്നതാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ളത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു എക്സാം എഴുതിയിട്ട് നമ്മൾ പറ്റിയില്ല എന്ന് വിചാരിച്ച് അത് മനസ്സ് മടുത്തിരിക്കാതെ വീണ്ടും ട്രൈ ചെയ്യുക. നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട് ഇവിടെ. സ്റ്റേറ്റ് ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം ഉണ്ട്. നമുക്ക് പറ്റും, ഏതെങ്കിലും ഒരെണ്ണം കിട്ടും നമുക്ക്. നമ്മളൊരാളല്ലേ ഉള്ളൂ, നമുക്കൊരു വേക്കൻസി മതി. നമ്മുടെ ലക്ഷക്കണക്കിന് വേക്കൻസി ഉണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മളൊരു ശ്രമം നടത്തുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എന്തായാലും കിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടിരുന്നത് അഖിലിൻ്റെ ഈ പ്രിപ്പറേഷൻ ജേണിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരിക്കലും ഒരു എളുപ്പമുള്ളൊരു ജേണി അല്ല. ഒരുപാട് പ്രതിസന്ധികൾ വരും, ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, പുതിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ആ പ്രതിസന്ധികളെല്ലാം ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ മറികടക്കാനായിട്ട് നമ്മൾ നമ്മുടേതായ സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് അഖിലും പറഞ്ഞത്. അപ്പോൾ ഒരു എക്സാം എഴുതി ഒരു ജോലിയിലേക്ക് എത്താമെന്ന് പറയുന്നത്, അതും കേരള PSC പോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലൂടെ നമ്മളൊരു ജോലിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ അഖിൽ പറഞ്ഞതുപോലെ തീർച്ചയായും എല്ലാവർക്കും ഒരു വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറീസ് എന്നുള്ള ടോപ്പേഴ്സ് ടോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബിഹാഫിൽ, സ്കോർ അക്കാഡമിയുടെ ടീമിൻ്റെ ബിഹാഫിലും ഞാൻ അഖിലിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ വാക്കുകൾ ഒരു പ്രചോദനം തന്നെയായിരിക്കും. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.